ഇന്ന് അമിത്ഷാ ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നത് അജിത് ഡോവൽ, ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, റോ മേധാവി, കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്രട്ടറി, IB ഡയറക്ടർ തപൻ ദേക്കർ, CRPFിൻ്റെ ഡയറക്ടർ, ജമ്മു പോലീസ് ഡയറക്ടർ, മറ്റു സുരക്ഷാ ഏജൻസികളുടെ തലവന്മാർ എന്നിവരുമായിട്ടാണ് ഇന്ന് അമിത്ഷാ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ ഫോളോ അപ്പ് പോലെയാണ് ഇന്നത്തെ യോഗം. എന്താണ് ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള, കാരണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൂടി വന്നിരുന്നു. അവിടെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്ക് നൽകിയ നിർദ്ദേശം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി തന്നെ നോക്കുക, പരിപാലിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഒപ്പം തന്നെ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്ക് ഒരുങ്ങാൻ നരേന്ദ്രമോദി തന്നെയാണ് സേനാ മേധാവികൾക്കടക്കം നിർദ്ദേശം നൽകിയിരുന്നത്. അതിൻ്റെ ഒരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു നിർണായക മീറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കാശ്മീരിൽ ഒരു വലിയ ഓപ്പറേഷൻ നടന്നു വരുന്നു. ആ ഓപ്പറേഷൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് പരിശോധിക്കാനും ഒപ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലൊരു നിർണായക യോഗം ഇന്ന് അമിത്ഷാ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പിടികൂടപ്പെട്ടവരും കൊല്ലപ്പെട്ടവരിലുമൊക്കെ പാകിസ്ഥാൻ പൗരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു ഗൗരവതരമായ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.